ടു ഹിന്ദി യൂണി. ഇന്ന് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെന്റൻസ് പഠിക്കാം. ഒരു സംഭാഷണം പോലെയൊക്കെ നമുക്ക് പഠിച്ചു നോക്കാം. ക്വസ്റ്റ്യൻസും പഠിക്കാം, അതിനുള്ള ആൻസേഴ്സും പഠിക്കാം. അപ്പൊ രണ്ടുപേര് തമ്മിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ. അപ്പൊ അവർക്ക് എന്തൊക്കെ സംസാരിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ചോദിക്കാം, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാം. നമ്മൾ ഒരാളെ കാണുമ്പോൾ ചോദിക്കില്ല, എന്തൊക്കെയുണ്ട് വിശേഷം, അത് ചോദിക്കില്ലേ? അതിന് നമുക്ക് ഹിന്ദിയിൽ ക്യാ ഹാൽ ഹെ എന്ന് ചോദിക്കാം. ക്യാ ഹാൽ ഹെ, എന്തൊക്കെയുണ്ട് വിശേഷം, എന്താണ് അവസ്ഥ എന്നതിന് ക്യാ ഹാൽ ഹെ എന്ന് ചോദിക്കാം. അപ്പൊ അതിനൊരു മറുപടി കൊടുക്കും, നല്ല വിശേഷം, ഓക്കെ ആണ്, ഓൾ റൈറ്റ് എന്ന് പറയില്ലേ? ഇതിന് നമുക്ക് ഹിന്ദിയിൽ സബ് ടീക് ഠാക് എന്ന് പറയാം. സബ് ടീക് ഠാക്, എല്ലാം ഓക്കെ ആണ്, ഓക്കെ ആണ്, അല്ലെങ്കിൽ ഓൾ റൈറ്റ് ആണ് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് സബ് ടീക് ഠാക് എന്നത്. അത് ഏറ്റവും കൂടുതൽ സ്ലാങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം, നാളെ എന്താ പ്ലാന്, നാളെ വീക്കെൻഡ് ഒക്കെ അല്ലേ, നാളെ എന്താ പ്ലാൻ എന്ന് നമുക്ക് ചോദിക്കണം നമ്മുടെ സുഹൃത്തിനോട്. ഇതെങ്ങനെയായിരിക്കും ചെയ്യുക? കൽക്കാ പ്ലാൻ ക്യാ ഹേ, കൽക്കാ പ്ലാൻ ക്യാ ഹേ, നാളത്തെ പ്ലാൻ എന്താണ്, കൽക്കാ പ്ലാൻ ക്യാ ഹേ എന്ന് ചോദിക്കാം. സിമ്പിളായിട്ട് പ്ലാൻ എന്ന് യൂസ് ചെയ്താൽ മതി, വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഇപ്പോൾ ഹിന്ദിയിൽ ഇംഗ്ലീഷ് വേർഡ്സും യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് കൽക്കാ പ്ലാൻ ക്യാ ഹേ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്കൊരു മറുപടി കൊടുക്കണം, നാളെ പുറത്തു പോകണം, കാരണം നാളെ വീക്കെൻഡ് ആണല്ലോ, അപ്പൊ നാളെ പുറത്തു പോകണം. ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയാ? കൽ ബാഹർ ജാനാ ഹേ, നാളെ പുറത്തു പോവണം, കൽ ബാഹർ ജാനാ ഹേ. അപ്പൊ നമുക്ക് നാളെ ഒരു മൂവി കാണണം, ഒരു സിനിമയ്ക്ക് പോവാണ് നമ്മൾ. അതാണ് നമ്മൾ നമ്മളുടെ ഫ്രണ്ടിനോട് പറയുന്നത്, നാളെ ഞാൻ പുറത്തു പോകും, ഒരു സിനിമയ്ക്ക് പോകണം. ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയാ? കൽ പിക്ചർ ദേഖ്നെ കോ ചൽനാ ഹേ, കൽ പിക്ചർ ദേഖ്നെ കോ ചൽനാ ഹേ, നാളെ പടം കാണാൻ വേണ്ടി പോവണം, നാളെ പടം കാണാൻ വേണ്ടി പോകണം, കൽ പിക്ചർ ദേഖ്നെ കോ ചൽനാ ഹേ. അപ്പൊ ഇനി പറയാണ്, എനിക്ക് വിശക്കുന്നു. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആളോട് പറയാം, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു. ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയാ? മുझे ഭൂക്ക് ലഗി ഹേ, മുझे ഭൂക്ക് ലഗി ഹേ. ഇനി അതല്ലെങ്കിൽ നമുക്ക് മുझे ഭൂക്ക് ലഗ് രഹാ ഹേ എന്നും പറയാം. ഭൂക്ക് ലഗ് രഹാ ഹേ, അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഭൂക്ക് ലഗി ഹേ എന്നും പറയാം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് ചോദിക്കുകയാണ്, നീ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇതെങ്ങനെയാ ഹിന്ദിയിൽ ചോദിക്കാം? അഭി തക് ഖായാ നഹി, അഭി തക് ഖായാ നഹി ക്യാ, അങ്ങനെ ചോദിക്കാം. അഭി തക് ഖായാ നഹി ഹേ ക്യാ, അല്ലെങ്കിൽ അഭി തക് ഖായാ നഹി എന്നും ചോദിക്കാം. എഴുതുന്ന സമയത്ത് ക്യാ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. സംസാരിക്കുന്ന സമയത്ത് നമുക്കത് നമ്മൾ ആ ടോണിൽ സംസാരിക്കല്ലോ, ഇതുവരെ കഴിച്ചിട്ടില്ലേ, അഭി തക് ഖായാ നഹി എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്യാ എന്നത് ചേർക്കാം, ചേർക്കാതിരിക്കാം, അത് രണ്ടും ഒരേപോലെയാണ് അർത്ഥം വരുന്നത്. ഇനി അടുത്ത കാര്യം, ഞാൻ ഇപ്പൊ പറയാണ് ലേറ്റ് ആയിട്ടുണ്ട്, നൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് എങ്ങനെയാ നമ്മൾ ഹിന്ദിയിൽ പറയാ? മുझे बहुत नींद आ रही है, മുझे बहुत नींद आ रही है. നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. മുझे बहुत नींद आ रही है, मैं अभी सोने जा रही हूँ, ഞാനിപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. मैं अभी सोने जा रही हूँ. ഇത് പുരുഷനാവുന്ന സമയത്ത് मैं अभी सोने जा रहा हूँ എന്ന് പറയണം. मैं अभी सोने जा रहा हूँ. സ്ത്രീ ആവുന്ന സമയത്ത് मैं अभी सोने जा रही हूँ. അപ്പോൾ ഇന്നത്തെ ഡെയിലി ലൈഫ് കോൺവെർസേഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. मिलते हैं अगले वीडियो में, तब तक के लिए बाय बाय.